അപ്പോൾ എൻ്റെ അടുത്ത് ക്ലാസ് റെപ്പ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽത്തിൻ്റെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ക്ലാസ് റെക്കോർഡഡ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും ക്ലാസ് എടുക്കണം, അത് ഈ ടൈം ടേബിൾ അവർ തന്നെ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും അറ്റൻഡൻസ് തരാം. ക്ലാസ്സിലുള്ളവർക്കും ഇല്ലാത്തവർക്കും ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഹെൽത്ത് ഓക്കെ ആയിട്ടുള്ളവർ മാത്രം സെഷനിൽ ഇരുന്നാൽ മതി. ഞാനിത് ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാനിതിൻ്റെ റെക്കോർഡഡ് ആയിട്ടുള്ളത് ഞാൻ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഫോൾഡറിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിനകത്തായിരിക്കും റെക്കോർഡഡ് ലെസൺസ് എല്ലാം അപ്ലോഡ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇവിടെ 32 പേര്, കുഴപ്പമില്ല. ഞാൻ എല്ലാവർക്കും എന്തായാലും അറ്റൻഡൻസ് തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ റെക്കോർഡഡ് ലെസൺ ആയിരിക്കും ഇത് ലൈവ് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ഇതുപോലത്തെ റെക്കോർഡഡ് ലെസൺസ് ഇനിയും നിങ്ങൾക്ക് ചെയ്യും, ലൈവ് അല്ലാത്ത. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലെസൺ എങ്ങനെയാണോ, ഇതിപ്പോൾ ഗൂഗിൾ മീറ്റിൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഗൂഗിൾ മീറ്റ് അല്ലാതെ ഞാൻ മാത്രമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ലെസൺസ് ഏതാണ്ട് ഇത് ഫോർമാറ്റ് തന്നെ ആയിരിക്കും. അതായത് ഞാൻ ഉപയോഗിക്കുന്ന ഫോണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന പ്രസന്റേഷൻ രീതി, ഞാൻ വേർഡ് ഫയൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം ഈ ഫോർമാറ്റ് തന്നെ ആയിരിക്കും. 1 മണിക്കൂറിൻ്റെ ഈ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ ലോ ക്വാളിറ്റിയിലിട്ടാണ് ഞാൻ വീഡിയോ ഔട്ട് എടുക്കുന്നത്. പക്ഷേ സ്റ്റിൽ മൊബൈലിൽ കാണുന്നവർക്കും എല്ലാ ക്ലാരിറ്റിയും ഉണ്ടായിരിക്കും. 1 മണിക്കൂറിൻ്റെ ഒരു ലെസൺ എന്ന് പറയുമ്പോൾ ഒരു 300 അല്ലെങ്കിൽ 250 MB ആയിരിക്കും വരുന്നത് കേട്ടോ. അത് ഓൾമോസ്റ്റ് ഏറ്റവും ലോവസ്റ്റ് ക്വാളിറ്റിയിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. 250 MB, അതിൽ കൂടുതൽ ഒരു ലോവർ ക്വാളിറ്റിയിലേക്ക് എനിക്ക് വീഡിയോ കൊണ്ടുപോകാൻ പറ്റില്ല. ഈ 250 MB സഫീഷ്യൻ്റ് അല്ല. 250 MBയിൽ മൊബൈലിൽ കാണുമ്പോൾ 144p പോലെ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ പറയുക, ഞാൻ കുറച്ചും കൂടെ ഹയർ ക്വാളിറ്റിയിലാക്കാം. പക്ഷേ വീഡിയോയുടെ സൈസ് കൂടും. ഓക്കെ. അപ്പോൾ നമ്മൾ ബീമിൻ്റെ റിയാക്ഷൻസ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അത് ഇതുവരെ ആയിപ്പോ. അത് ആരും പറയണ്ട, കുഴപ്പമില്ല. അത് നമുക്ക് ലൈവ് ക്ലാസ് വരുമ്പോൾ എവിടെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കണ്ടിന്യൂവേഷൻ എടുക്കാം. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് സൗണ്ട് എന്തെങ്കിലും മിസ് ആവുന്നുണ്ടെങ്കിലോ കേൾക്കാൻ പറ്റായിക്കുന്നുണ്ടെങ്കിലോ അപ്പോൾ തന്നെ ഇന്ററപ്റ്റ് ചെയ്ത് പറയുക. ഓക്കെ, നിങ്ങളുടെ ആരെയും എനിക്ക് കണ്ടുകൂടാത്തത് കൊണ്ട് എല്ലാവരും നിങ്ങൾ കേൾക്കുന്നുണ്ട്, എല്ലാം ക്ലിയർ ആണെന്നുള്ള അസംഷനിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ഇന്ററപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ചാറ്റ് ബോക്സിൽ ഇടണ്ട, ചാറ്റ് ബോക്സിൽ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക, സിമ്പിൾ പ്രോബ്ലത്തിൽ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ അത് തന്നെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങളുടെ ഞാൻ എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയാം. അപ്പോൾ ഓരോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പേപ്പർ ഓരോ പാറ്റേണിലൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇടുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ 5-4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പാർട്ട് എയിൽ, 5-4 സീരിയസ് എക്സാമിൻ്റെ ആണ്. 5-4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പാർട്ട് എയിൽ, അവിടെ പ്രോബ്ലവും വരാം. അത് എല്ലാം കമ്പൽസറി ആയിട്ട് എഴുതേണ്ട 5 ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഓർ എന്ന് പറയുന്ന ഓപ്ഷൻ ആ 5 എണ്ണത്തിനകത്ത് ഇല്ല. തിയറിയും പ്രോബ്ലവും അവിടെ വരാം. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എല്ലാം. പാർട്ട് ബി വന്നിട്ട് 20 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അതിനകത്ത് സബ് ക്വസ്റ്റ്യൻ കാണാം. ചിലപ്പോൾ ഞാൻ 10-10 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ചിലപ്പോൾ ഞാൻ 12-8 സ്പ്ലിറ്റ് ചെയ്യും, 14-6 സ്പ്ലിറ്റ് ചെയ്യും. അതെല്ലാം ഡിപ്പെൻസ് ഓൺ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ചിലപ്പോൾ 20 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരാം. പക്ഷെ അങ്ങനത്തെ വലിയ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതുവരെ പഠിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ സീരീസിന് ഓഫ് കോഴ്സ് സ്പ്ലിറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 20 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ആണ്. രണ്ടിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. 6A 6B 7A 7B എന്നുള്ള രീതിയിലായിരിക്കും. ചിലപ്പോൾ A-B-Cയും കാണാം. അങ്ങനെയാണ് പാർട്ട് ബി സെറ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ട് സി എന്ന് പറയുന്നത് 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ. അതിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. അതിനകത്തും ചിലപ്പോൾ സബ് പാർട്സ് കാണാം, ചിലപ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയായിരിക്കും അത് കിട്ടുക. ഈ രീതിയിലാണ് ഞാൻ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് സെറ്റ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മുടെ ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസും ഞാൻ കൊണ്ടുപോവുക. ഇനി ഈ രീതിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സീരീസ് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. സെക്കൻഡ് സീരീസ് നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് ഞാൻ മാറ്റിത്തരാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ. ഓക്കെ, പിന്നെ ഡെറിവേഷൻ ഞാൻ 3-3 കൂടുതലോ ഡെറിവേഷൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഡെറിവേഷൻസ് പഠിക്കുക. തിയറിറ്റിക്കലി ഞാൻ ഡിസ്ക്രിപ്റ്റീവ് തിയറിനേക്കാൾ ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പാർട്ട് എയിൽ ഡെറിവേഷൻ തന്നെയാണ്. അപ്പോൾ ഡെറിവേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പാർട്ട് എയിൽ ഞാൻ പ്രോബ്ലം ഒരെണ്ണം കേട്ടിട്ടുണ്ട്, പ്രോബ്ലം പഠിക്കുക. പാർട്ട് ബിയിനകത്തും ഡെറിവേഷൻസും ഉണ്ടാവും, പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ തിയറിറ്റിക്കലി വളരെ കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡെറിവേഷൻ 3 ഓർ മോർ ഡെറിവേഷൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രോബ്ലവും ഷുവർ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് 2 പ്രോബ്ലം എന്തായാലും ചെയ്തേ പറ്റൂ.
പിന്നെല്ലാം ഒരു ഡെറിവേഷൻ കൈൻഡും പിന്നെ ഓർ ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. തിയറിറ്റിക്കലി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാനുള്ള സാധ്യതയൊന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഡൗട്ട് എക്സാം ഹോളിൽ വന്ന് ക്ലിയർ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി ഞാൻ സ്ക്രീൻ ഷെയറിങ്ങിലേക്ക് പോവാം. സ്ക്രീൻ ഷെയറിങ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. സ്ക്രീൻ ഷെയറിങ് കഴിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യണം. കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഷെയർ ചെയ്തേക്കുന്ന കാണാം സർ. ഓക്കെ ഓക്കെ, ഞാൻ കുറച്ച് നേരം ചോദിച്ചു. സൗണ്ട് വളരെ ഡിലേഡ് ആയിട്ടാണ് തോന്നുന്നു എത്തുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അതോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ താമസിക്കണമെന്നറിയില്ല. ഓക്കെ, അപ്പം നമുക്ക് പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. അപ്പം ഞാൻ ഇവിടെ ഒരു വേർഡ് ഫയലിൽ ഞാൻ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾ പാരലി അത് നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രിക്ഷൻ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഈ ഞാൻ വേർഡ് ഫയൽ ടൈപ്പ് ചെയ്യുന്ന സ്കെയിലൊക്കെ ഓക്കെ ആണോ? ഇത് ഞാൻ ഇപ്പോഴേ കൺഫേം ചെയ്യുന്നത് ഈ ഒരു സ്കെയിലിൽ വേണം എനിക്ക് ഫുള്ള് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട്. വേർഡ് ഫയലിൽ ടൈപ്പ് ചെയ്യുന്ന സ്കെയിലൊക്കെ ഓക്കെ ആണോ? സ്കെയിൽ എൻലാർജ് ചെയ്യണോ? സ്കെയിൽ ഓക്കെ. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് നേരെ കേൾക്കുന്നില്ലേ? ദേവിക മാത്രമാണ് സംസാരിക്കുന്നത്, വേറെ ആരും സംസാരിച്ചില്ല. ഞാൻ വേർഡ് ഫയലിൽ ടൈപ്പ് ചെയ്യുന്ന സ്കെയിൽ ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പാരലി ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. ഓക്കെ, എ ബ്ലോക്ക് ഓഫ് വെയിറ്റ് 800 Newton is placed on a rough horizontal plane. Okay, a block of weight 800 Newton is placed on a rough horizontal plane. If a horizontal force of 250 Newton just causes if a horizontal force of 250 Newton just causes the block to slide over the plane. Okay, a block of weight 800 Newton is placed on a rough horizontal plane. If a horizontal force 250 Newton just causes the block to slide over the plane, calculate the coefficient of friction between the block and the plane, and also the angle of friction. Calculate the coefficient of friction between the block and the plane, and also the angle of friction. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് മിക്കവാറും ഞാൻ ഫ്രിക്ഷൻ്റെ പ്രോബ്ലം ഒന്നും എക്സാമിന് ചോദിച്ചിട്ടില്ല കേട്ടോ. അത് ഞാൻ ആഡ് ചെയ്യണേ. ഫ്രിക്ഷൻ്റെ ഇന്ന് പഠിപ്പിക്കുന്നത് ഞാൻ പ്രോബ്ലം ഞാൻ എക്സാമിന് ഒന്നും ചോദിച്ചിട്ടില്ല. ഫ്രിക്ഷൻ്റെ തിയറി ഉണ്ട്, ഫ്രിക്ഷൻ്റെ പ്രോബ്ലം ഒന്നും ചോദിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ ഓൾറെഡി ഞാൻ കൊടുത്തു. ഓക്കെ, ബ്ലോക്ക് ഓഫ് വെയിറ്റ് 800 Newton is placed on. ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ സോ ഫാർ എല്ലാവർക്കും സ്മൂത്ത് ആണെന്ന് വിശ്വസിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ട്, എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ട്, സ്കെയിലെല്ലാം ഓക്കെ ആണ്. ഓക്കെ ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തു ഞാൻ അസ്യൂം ചെയ്യുവാണേ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മൗനമെല്ലാം ഞാൻ അസംഷൻ ആയിട്ട് എടുത്തിട്ട് ഞാൻ മുന്നോട്ട് പോകും. എന്തെങ്കിലും ഇല്ല എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ ഇൻട്രപ്റ്റ് ചെയ്ത് അപ്പം തന്നെ പറയണം എഴുതിയെടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ പ്രസൻറ്റേഷൻ മോഡിലോട്ട് പോവുകയാണ്. ഓക്കെ, ഞാൻ വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. വൈറ്റും യെല്ലോയും ആയിട്ട് ഞാൻ യൂസ് ചെയ്യാം. ബ്ലാക്ക് സ്ക്രീൻ എല്ലാവർക്കും വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു ബ്ലോക്കിന്റെ വെയിറ്റ് ഒരു റഫ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ സർഫസിൽ ഒരു ബ്ലോക്കിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റഫ് ഹൊറിസോണ്ടൽ സർഫസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ ആലോചിക്കേണ്ടത് റഫ് എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രിക്ഷന്റെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, മൊഡ്യൂൾ 2 ആണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ
റെസ്യൂം ചെയ്യാം. ഒരു 1 മിനിറ്റ്. എവിടെയായിരുന്നു മീറ്റിംഗ് എവിടെയായിരുന്നു? ഒരു മിനിറ്റ് കുറച്ച്. ഓക്കെ ഓക്കെ, നമുക്ക് റെസ്യൂം ചെയ്യാം. ഇടയ്ക്ക് കോൾ വരും. ഓക്കെ, അപ്പോൾ റഫ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സർഫസ് ആണെങ്കിൽ നിങ്ങൾ ഫ്രിക്ഷൻ ഉണ്ടെന്ന് തന്നെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇത് ആക്ച്വലി ഇതാണ് കറക്റ്റ് കോൺസെപ്റ്റ്. പക്ഷെ നിങ്ങൾക്ക് ഡയറക്ട്ലി മൊഡ്യൂൾ 2-ലെ ചോദ്യമാണെങ്കിൽ അത് ഫ്രിക്ഷൻ എന്ന ആസ്പെക്റ്റിൽ തന്നെ മുന്നോട്ട് പോവാം. പിന്നെ രണ്ട് മൂന്ന് കോണ്ടാക്ട് സർഫസുകളുണ്ട്. ചില കോണ്ടാക്ട് സർഫസ് റഫ്, ചില കോണ്ടാക്ട് സർഫസ് സ്മൂത്ത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ റഫിൽ മാത്രം ഫ്രിക്ഷന്റെ ആസ്പെക്ട് കൺസിഡർ ചെയ്താൽ മതി. മൊഡ്യൂൾ 2-ൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കോണ്ടാക്ട് സർഫസ് തരികയും ചിലത് സ്മൂത്ത് സർഫസ് എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ എടുക്കണ്ട, റഫ് സർഫസ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഫ്രിക്ഷൻ എടുക്കാവൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ബോഡിക്ക് ഒരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുവാണ്. ആ വെയിറ്റ് 800 ന്യൂട്ടൺ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഈ ബോഡിക്ക് ഒരു അപ്വേർഡ് റിയാക്ഷൻ നമ്മുടെ സർഫസ് കൊടുക്കും. ആ സർഫസ് റിയാക്ഷനെ ഞാൻ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി വെച്ചിട്ട് ഞാൻ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുകളിലേക്ക് റെപ്രസെന്റ് ചെയ്തു. പിന്നെ ചോദ്യത്തിൽ പറയുന്നത് ഈ ബോഡീനെ മൂവ് ചെയ്യാൻ നോക്കുന്നത് ഒരു 250 ന്യൂട്ടന്റെ ഹൊറിസോണ്ടൽ ഫോഴ്സ് വെച്ചിട്ടാണ് ഈ ബോഡീനെ മൂവ് ചെയ്യാൻ നോക്കുന്നത്. വലത്തോട്ടെന്നോ ഇടത്തോട്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് റാൻഡം ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഇവിടെ അങ്ങ് അസ്യൂം ചെയ്യാം. 250 ന്യൂട്ടൺ വെച്ചിട്ട് ഈ ബോഡീനെ മൂവ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ നാച്ചുറലി ഈ ബോഡി ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് വെച്ച് ഈ ബോഡി കോണ്ടാക്ട് ഇരിക്കുന്ന സർഫസിന്റെയും എഫക്റ്റിൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവും. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ബോഡി മൂവ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള നിമിഷം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ. അതായത് ജസ്റ്റ് കോസസ് ദ ബോഡി ടു സ്ലൈഡ് ഓവർ ദ പ്ലെയിൻ. ആ സ്ലൈഡ് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റന്റ്, അതാണ് ആ ക്വസ്റ്റ്യനിലെ ജസ്റ്റ് കോസസ് ദ ബോഡി ടു സ്ലൈഡ് ഓവർ ദ പ്ലെയിൻ എന്ന സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൂവ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നുള്ള നിമിഷം. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം, ആക്ച്വലി ഞാനിപ്പം ഓൾറെഡി വരച്ചിരിക്കുന്നത് ഫ്രീ ബോഡി ഡയഗ്രാം തന്നെയാണ്. ഞാൻ കോണ്ടാക്ട് സർഫസ് മാറ്റി വരയ്ക്കുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫ്രീ ബോഡി ഡയഗ്രാം. ഈസ് ഓഫ് സോൾവിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് തന്നെ വരച്ചു എന്നേ ഉള്ളൂ. നോർമൽ റിയാക്ഷൻ, ഫ്രിക്ഷണൽ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ബോഡി ഒരു ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു മിനിറ്റ്, വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്. ഓക്കെ, റെസ്യൂം ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് കോൾ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ എൻ്റെ ബോഡി ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കണം മൂവ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള നിമിഷം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ വെർട്ടിക്കൽ ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. വെർട്ടിക്കൽ ഇക്വിലിബ്രിയം ആണ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്തത്. കാരണം ഹൊറിസോണ്ടൽ പുള്ളുകൾ നമുക്ക് കുറവായിരുന്നു. റിസോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണന്റുകളെ പറ്റി നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ എൻ്റെ വെർട്ടിക്കൽ റിയാക്ഷൻ, നോർമൽ റിയാക്ഷൻ മുകളിലോട്ട്, അതുകൊണ്ട് അത് പോസിറ്റീവ് എടുക്കുന്നു. വെയിറ്റ് താഴോട്ട്, അതുകൊണ്ട് അത് നെഗറ്റീവ് എടുക്കുന്നു. അപ്പോൾ n-800 is equal to 0. n is equal to 800 ന്യൂട്ടൺ. നോർമൽ റിയാക്ഷൻ എനിക്ക് 800 ന്യൂട്ടൺ എന്ന് കിട്ടുന്നു വെർട്ടിക്കൽ ഇക്വിലിബ്രിയം സോൾവ് ചെയ്താൽ. ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള നിമിഷം ഓർക്കുക, നിങ്ങൾ പഠിക്കുന്നത് സ്റ്റാറ്റിക്സ് തന്നെയാണ്. ഡൈനാമിക്സ് പഠിച്ചാൽ മാത്രമേ മൂവ് ചെയ്യുന്ന സിനാരിയോനെ പറ്റി ആലോചിക്കേണ്ടി. മൂവ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അത് ഒരു ഇക്വിലിബ്രിയത്തിൽ തന്നെ ആയിരിക്കും ആ ബോഡി ഉണ്ടാവുക. മൂവ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാൻ പറ്റും. ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയും, ഡി-ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയും. അത് നിങ്ങൾ അടുത്ത മൊഡ്യൂളുകളിൽ പഠിക്കത്തേ ഉള്ളൂ. അപ്പോൾ മൂവ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള നിമിഷവും ഇക്വിലിബ്രിയം തന്നെയാണ്. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സുകളെല്ലാം ബാലൻസ് ചെയ്യപ്പെടുന്നു. ഇവിടെ ഞാൻ നോക്കുമ്പോൾ എക്സ് ഡയറക്ഷനിൽ 250 ന്യൂട്ടൺ ഉണ്ട്. 250 ന്യൂട്ടൺ വലത്തോട്ടും, ഫ്രിക്ഷണൽ റിയാക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ 250 വലത്തോട്ടുള്ളത് ഞാൻ പോസിറ്റീവ് എടുക്കുന്നു. ഫ്രിക്ഷണൽ റിയാക്ഷൻ FR is equal to നെഗറ്റീവ് എടുക്കുന്നു, which is equal to 0. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ തിയറിറ്റിക്കലി പറഞ്ഞ ഒരു കാര്യമാണ് ഫ്രിക്ഷണൽ റിയാക്ഷൻ ബൈ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് ബൈ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് ബൈ നോർമൽ റിയാക്ഷൻ ഇസ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ
ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ എന്ന് പറഞ്ഞ റിലേഷൻ ഞാനിവിടെ യൂസ് ചെയ്യുവാണ്. ഇക്വേഷൻ 2, ഇക്വേഷൻ 1. ഞാൻ 2 എടുത്ത് 1-ൽ ഇട്ടാൽ 250 മൈനസ് മ്യൂ ഇൻറ്റു എൻ ഈക്വൽ ടു 0. എൻ എന്ന് പറയുന്നത് ഓൾറെഡി നോർമൽ റിയാക്ഷൻ 800 ന്യൂട്ടൺ ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അതിൽ നിന്ന് 250 മൈനസ് മ്യൂ ഇൻറ്റു 800 ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് മ്യൂ കണ്ടുപിടിക്കാൻ പറ്റും. മ്യൂ എത്രയാണ് എന്ന് ഒരാൾ എനിക്ക് പറയണം. എൻ്റെ കാൽക്കുലേറ്റർ ഇല്ല. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫൈ ആണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ടാൻ ഫൈ ഇസ് ഈക്വൽ ടു മ്യൂ ആണ്. മ്യൂ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഫൈ എത്രയാണെന്നും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, മ്യൂവും ഫൈയും അത് രണ്ടുമാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഞാൻ ആൻസേഴ്സിന് വെയിറ്റിംഗ് ആണ്. ആൻസേഴ്സ് കിട്ടുന്ന മുറയ്ക്ക് പറയുക. ചാറ്റ് ബോക്സിലാണെങ്കിലും പറഞ്ഞാൽ മതി, അൺമ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ. ഓക്കെ, ആക്ച്വലി ഒരു ഓൺലൈൻ ലൈവ് ക്ലാസ്സിൻ്റെ ഒരു ആക്റ്റീവ്നെസ് ഞാൻ കാണുന്നില്ല. അത് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും ഹെൽത്ത് കൺസേൺ ഉള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം ഞാനത് ഇത് ആക്കുന്നില്ല. പക്ഷെ ഇനി വരുന്ന ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വേണ്ടി വന്നാൽ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് റെസ്പോൺസ് വേണം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ കേട്ടോ. ഉത്തരം എനിക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ നോക്കാൻ പറ്റില്ല. പറഞ്ഞു ദേവിക. മ്യൂ 0.3125 ആണോ? 3125 ആണോ എന്നല്ല, ആണ് എന്ന് പറഞ്ഞ് ഞാൻ ട്രസ്റ്റ് ചെയ്യുവാണ്. ആർക്കെങ്കിലും ക്രോസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. 250/800 വരുന്നത്. മ്യൂ 250/800 0.3125 വരുന്നത്. 0.3125 0.3125. ഇനി മ്യൂ ഇസ് ഈക്വൽ ടു 0.3125. ആംഗിളും കൂടെ പറഞ്ഞു. 17.35 ഡിഗ്രി എന്നാ വന്നത്. 5 എന്ന് പറഞ്ഞാൽ 17.35 ഡിഗ്രി. ഓക്കെ, മ്യൂ 5 ആംഗിൾ ഓഫ് ഫ്രിക്ഷനും 5 എനിക്ക് 0.3125 ആണ് മ്യൂ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ 5 എന്ന് പറയുന്നത് 17.35 ഡിഗ്രി. ഓക്കെ, അതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. ഇങ്ങനത്തെ പ്രോബ്ലം നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ട് എയിൽ പ്രതീക്ഷിക്കാവുന്ന പ്രോബ്ലമാണ്. ഓക്കെ, എല്ലാവർക്കും ഇത് തന്നെയാണ് കിട്ടിയത് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ പതുക്കെ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇന്ന് നല്ല സ്റ്റാൻഡേർഡ് പ്രോബ്ലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നെ എഴുതാം. ഇൻക്ലൈൻഡ് ഫോഴ്സ് കൊടുത്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എ ബ്ലോക്ക് ഓഫ് വെയ്റ്റ് 1000 Newton is placed. A block of weight 1000 Newton is placed on a rough horizontal plane. ഹാൻഡ് റൈറ്റിംഗ് ദയനീയമാണെന്ന് എനിക്കറിയാം. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. mu is equal to 0.3. What is the force P required? To pull the block? What is the force P required to pull the block at an angle of
What is the force P required to pull the block at an angle of 60 degree to the horizontal? What is the force P required to pull the block at an angle of 60 degree to the horizontal? Okay. കുറച്ചും കൂടി ബെറ്റർ ക്വസ്റ്റ്യൻ ആണ് കമ്പയർഡ് ടു ദ ഫസ്റ്റ് വൺ. ഒരു ബ്ലോക്ക് 1000 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ബ്ലോക്ക് ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് ഫിഗർ തന്നിട്ടില്ല. ഫിഗർ ഞാൻ വരയ്ക്കുമായിരുന്നു, ക്വസ്റ്റ്യൻ വായിച്ച സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വരയ്ക്കുക. ഓക്കെ, അങ്ങനത്തെ ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക. ഇനിഷ്യലി നിങ്ങൾ വരച്ചെടുക്കുന്ന ഫിഗറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ ആ മിസ്റ്റേക്ക് വെച്ച് നിങ്ങൾ ഫർദർ ചെയ്യുന്ന സ്റ്റെപ്പുകളെല്ലാം ശരിയാണെങ്കിലും നിങ്ങൾക്ക് പാതി മാർക്കേ മാക്സിമം കിട്ടുള്ളൂ. തുടക്കത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് വരുത്തിയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ ഫിഗർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ വായിച്ച് ഫിഗർ വരയ്ക്കുമ്പോൾ 2 പ്രാവശ്യം ഉറപ്പ് വരുത്തുക ആ ക്വസ്റ്റ്യൻ വരച്ചിരിക്കുന്ന ഫിഗർ ശരിയാണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബ്ലോക്കിന്റെ ഒരു ബ്ലോക്ക് ഒരു റഫ് ഹൊറിസോണ്ടൽ സർഫസിൽ പ്ലേസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ബ്ലോക്കിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1000 ന്യൂട്ടൺ ആണ്. 1000 ന്യൂട്ടൺ താഴോട്ട് ആക്ട് ചെയ്യുന്നു. 1000 ന്യൂട്ടൺ. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്, μ = 0.3. അതവിടെ നോട്ടെ. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഒരു പി എന്ന് പറയുന്ന ഫോഴ്സ് ഒരു എത്ര ഡിഗ്രി, 60 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് പി എന്ന് പറയുന്ന ഫോഴ്സ് കൊടുക്കുന്നത്. ബ്ലോക്കിനെ പുള്ള് ചെയ്യാൻ നോക്കുക എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്ന ഫോഴ്സ് വെളിയിലോട്ടായിരിക്കണം ആക്ട് ചെയ്യാൻ നോക്കുന്നത്. പുൾ എന്നാണ് പറഞ്ഞത്, ഫോഴ്സ് റിക്വയർഡ് ടു പുൾ. ഓക്കെ, അപ്പോൾ പുഷ് പറഞ്ഞാൽ അതിനനുസരിച്ച് അത് മാറ്റണം. അപ്പോൾ അത് 60 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് പി എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. 60 ഡിഗ്രി. പിന്നെ ഇതാണ് കണ്ടീഷൻ. What is the force required to pull the block at an angle of 60 degree to the horizontal? അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഫിഗർ ഞാൻ വരച്ചു. ഇനി ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ ഞാൻ ആദ്യം ബ്ലോക്ക് വരച്ചു. കോണ്ടാക്ട് സർഫസ് മാറ്റിയിട്ട് ഞാനിവിടെ ഞാനൊരു സേഫർ സൈഡിന് ഞാനിവിടെ ആക്സസ് വരച്ചു. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ഞാൻ എക്സ് ആക്സസും വൈ ആക്സസും വരച്ചു. ഇനി ഞാൻ ഇതിനകത്ത് വെയിറ്റ് കൊടുത്തു. വെയിറ്റ് 1000 ന്യൂട്ടൺ താഴോട്ട് ആക്ട് ചെയ്യുന്നു. നോർമൽ റിയാക്ഷൻ എൻ എന്ന് പറയുന്നത് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. ഫോഴ്സ് പി എന്ന് പറയുന്നത് 60 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഹൊറിസോണ്ടൽ റിസോൾവ് കമ്പോണന്റ് എന്ന് പറയുന്നത് പി കോസ് 60 ഡിഗ്രി ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. ഇൻക്ലൈൻഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് മാറ്റണം. അപ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് പി സൈൻ 60 ഡിഗ്രി. പി സൈൻ 60 ഡിഗ്രി ഫോഴ്സിനെ ഞാൻ റിസോൾവ് ചെയ്തു. എൻ്റെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് മൂവ് ചെയ്യാൻ നോക്കുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് FR which is equal to mu into n എന്നുള്ള രീതിയിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയും എൻ്റെ ബോഡി മൂവ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള നിമിഷം ആണ് എൻ്റെ മുമ്പിലുള്ള കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെയും വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും ആ ബോഡിക്ക് ഇക്വിലിബ്രിയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം വെർട്ടിക്കൽ ഇക്വിലിബ്രിയം നോക്കാം. വെർട്ടിക്കൽ ഇക്വിലിബ്രിയം നോക്കുവാണെങ്കിൽ അതിനു മുമ്പേ നമുക്ക് ആദ്യം തന്നെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് 2 അൺനോണിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റൂല. 2 അൺനോണിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ പി എന്ന് പറയുന്നത് എൻ്റെ അൺനോൺ ആണ്. എൻ്റെ എൻ എന്ന് പറയുന്ന എൻ്റെ നോർമൽ റിയാക്ഷൻ അൺനോൺ ആണ്. മ്യൂ എന്ന് പറയുന്ന സാധനം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മ്യൂ എന്ന് പറയുന്ന സാധനം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. FR എന്ന് പറയുന്ന രീതിയിൽ മാത്രമായിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്തിരുന്നു എങ്കിൽ എനിക്ക് 3 അൺനോൺ വന്നേനെ, N, P, FR. അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കറിയാം FR is equal to mu into N ആണ്. മ്യൂ എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ N-ഉം P-യും മാത്രമേ ഇവിടെ അൺനോൺ ആയിട്ട് ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരോ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയാണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക്
ഇക്വിലിബ്രിയം ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ രണ്ട് അൺനോൺസ് മാത്രമേ ഉള്ളൂ. എഫ് ആർ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ എന്ന് പറയുന്ന റിലേഷൻ എനിക്ക് അറിയാം എന്നുള്ളത് കൊണ്ടാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി വെർട്ടിക്കൽ ഇക്വിലിബ്രിയം നോക്കുന്നു. മുകളിലോട്ടുള്ള n പോസിറ്റീവ്, പി സൈൻ 60യും മുകളിലോട്ടാണ്, അതും പോസിറ്റീവ്. പി സൈൻ 60 മൈനസ് 1000 ഈക്വൽ ടു 0 സിഗ്മ എഫ് വൈ എടുക്കുമ്പോൾ വെർട്ടിക്കൽ ഇക്വിലിബ്രിയം. പക്ഷെ ഇവിടെ എനിക്ക് എന്നും ബിയും അൺനോൺ ആണ്. ഒരു ഇക്വേഷനേ ഉള്ളൂ, എനിക്ക് ഇവിടെ നിന്നൊന്നും കിട്ടൂല. അതുകൊണ്ട് എനിക്ക് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് പോകണം. രണ്ടാമത്തെ ഇക്വേഷൻ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 വരുമ്പോഴത്തേക്ക് ഇവിടെ എനിക്ക് വലത്തോട്ടാണ് എൻ്റെ പി കോസ് 60 ഡിഗ്രി. വലത്തോട്ടുള്ളതിനെ ഞാൻ പോസിറ്റീവ് എടുക്കുന്നു, റൈറ്റ് സൈഡിലുള്ളത് പി കോസ് 60 ഡിഗ്രി പോസിറ്റീവ്. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇടത്തോട്ടാണ്, അത് നെഗറ്റീവ് എടുക്കുന്നു. ഞാൻ എഫ് ആർ എന്ന് എഴുതുന്നതിന് പകരം മ്യൂ എൻ എന്ന് പറഞ്ഞ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിനെ എഴുതുന്നു. പി കോസ് 60 ഡിഗ്രി മൈനസ് മ്യൂ എൻ. ലേറ്റ് ആയിട്ട് കുറെ പേര് ഇന്ന് ജോയിൻ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പി കോസ് 60 ഡിഗ്രി മൈനസ് മ്യൂ എൻ. ഇവിടെയും എനിക്ക് രണ്ട് അൺനോൺസ് ആണ് ഇവിടെയും എനിക്കുള്ളത്, ഇക്വേഷൻ നമ്പർ 2. പക്ഷെ എനിക്കിവിടെ ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം അല്ലേ. ഇക്വേഷൻ നമ്പർ 2 എനിക്ക് റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. മ്യൂവിന് വാല്യൂ യൂസ് ചെയ്യാം. പി കോസ് 60 ഡിഗ്രി ഈക്വൽ ടു 0.3 ഇൻറ്റു എൻ. അപ്പോൾ എനിക്ക് ഇവിടെ എൻ ഇസ് ഈക്വൽ ടു പി കോസ് 60 ഡിഗ്രി ബൈ 0.3. ഇങ്ങനെ ഒരു റിലേഷൻ എനിക്ക് എന്നിന് കിട്ടും. പി കോസ് 60 ഡിഗ്രി ബൈ 0.3. എന്നിട്ട് 3 in 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഇക്വേഷൻ 3 എടുത്ത് 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പി മാത്രമാവും പിന്നീടുള്ള അൺനോൺ. കാരണം എന്നിനെ ഓൾറെഡി നമ്മൾ പിയുടെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ പി മാത്രമായിരിക്കും അവിടെയുള്ള അൺനോൺ. അതിൽ നിന്ന് സോൾവ് ചെയ്ത് പിയും കണ്ടുപിടിക്കാം. പി കിട്ടിക്കഴിഞ്ഞാൽ, വൺസ് പി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്നും കണ്ടുപിടിക്കാം. ഓക്കെ, പി കിട്ടിക്കഴിഞ്ഞാൽ എന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഇനി നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ ആൻസർ എക്സ്പെക്ട് ചെയ്യുകയാണ്. എൻ പി. ഞാൻ വെയിറ്റ് ചെയ്യണം, ആൻസർ ചെയ്തിട്ട് പറയുക. ഓക്കെ, ഞാൻ OBS സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്പാണ് യൂസ് ചെയ്യുന്നത് ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഫെമിലിയർ ആണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഫെമിലിയർ അല്ലെങ്കിൽ വരും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനി ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നെറ്റ് നല്ല ഉള്ള ലാപ്ടോപ്പിൽ ഇരുന്ന് കാണുന്ന ഒരാൾക്കും ഈ OBS സ്റ്റുഡിയോ വച്ചിട്ട് റെക്കോർഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നല്ല, ഏത് ക്ലാസ്. ഇപ്പോൾ ഫാക്കൽറ്റി റെക്കോർഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്യാവുന്നതാണ് കേട്ടോ, OBS സ്റ്റുഡിയോ. Okay. Force P is equal to 1316.135. N is equal to 1316.135. ഒന്ന് പറയണേ, എനിക്ക് മിനിമൈസ് ചെയ്യാൻ കുറച്ച് പാടാണ്. 1316.135 ആണ് പി എന്ന് പറയുന്നത്. എൻ എന്ന് പറയുന്നത്
ദേവിക ദേവിക മാത്രമേ ഉള്ളൂ. ഈ ദേവിക ദേവിക ഈ ചാറ്റിൽ രണ്ട് ദേവിക ഉണ്ട് സർ. രണ്ട് ദേവിക സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദേവിക EC22 അല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? യെസ് സർ. 53യോ 3 ദേവിക ഉണ്ടോ? ഇത് ദേവി 3 ദേവിക ഉണ്ട്. ഓക്കെ ഈ ഓക്കെ 2193. എനിക്ക് ആരുടെ ഫേസ് നെയിം വെച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ക്ലാസ്സിൽ എവിടെയാണ് ഇരിക്കുന്നത് ഈ ദേവിക? ഞാനാണോ? അതായത് റോൾ നമ്പർ 22 പിന്നെ ആൻസർ ടൈപ്പ് ചെയ്ത രണ്ടുപേരും ഫസ്റ്റ് ബെഞ്ചില്. ഓക്കെ 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 മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഫുൾ അറ്റൻഡൻസ് തരാം കേട്ടോ. ഓക്കെ, ഞാൻ നിങ്ങളുടെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് റിസീവ് ആയെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ കാണിക്കുന്ന ഷെയർഡ് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്. അഭിരാമി അറ്റൻഡൻസ് ഷോർട്ടാണ്. പിന്നെ റോൾ നമ്പർ 17 ആത്മന അറ്റൻഡൻസ് ഷോർട്ടാണ്. ഞാൻ ഇന്നത്തെ 1 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ആഡ് ആവുന്നതാണ്. ഈ സെല്ലിൽ ഞാൻ ഓൾറെഡി സം എടുത്തിട്ടാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. പിന്നെ ആരും സീരിയസ് ടെസ്റ്റ് കുറച്ചെങ്കിലും ആവുമെങ്കിൽ സീരിയസ് ടെസ്റ്റ് വന്ന് എഴുതാൻ ശ്രമിക്കുക. മെക്കാനിക്സ് റീടെസ്റ്റ് ഓപ്ഷനിലേക്ക് പോവാതിരിക്കുക. റീടെസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 70 മാർക്കിന് വേണ്ടിയേ വാല്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. 70 മാർക്ക് നിങ്ങൾ 100 മാർക്കിന് എഴുതിയാൽ 70 മാർക്സ് കിട്ടത്തുള്ളൂ. റീടെസ്റ്റിൽ അങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 2193. ഓക്കെ 2193 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ചോദ്യമാണ്. ഓക്കെ, ഞാൻ എക്സാമിന് ക്വസ്റ്റ്യൻ ഇടുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ല കേട്ടോ. അതായത് ഞാൻ വേറെ ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ റെഫർ ചെയ്യാൻ വേണ്ടി പറഞ്ഞ രാജനേഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ല ഞാൻ എക്സാമിന് ക്വസ്റ്റ്യൻ ഇടുക. ഓക്കെ, പ്രോബ്ലംസ്. എ ബോഡി, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ബോഡി റെസ്റ്റിംഗ് ഓൺ എ റഫ് horizontal, a body resting on a rough horizontal plane requires a pull of 18 Newton, inclined at 30 degree. A body resting on a rough horizontal plane requires a pull of 18 Newton, inclined at 30 degree to the horizontal. It was found that a push of 22 Newton, inclined at 30 degree to the plane. It was found that a push of 22 Newton inclined at 30 degree to the plane just moves the body. Determine the weight of the body. And coefficient of friction. Determine the weight of the body and the coefficient of friction. ഓക്കെ, അതായത് ക്വസ്റ്റ്യനിൽ 2 സെപ്പറേറ്റ് കേസുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ബോഡി
ഒരു റഫ് ഹൊറിസോണ്ടൽ സർഫസിൽ റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ബോഡിയിൽ ആ ബോഡീനെ ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുള്ള് കൊടുത്താൽ ആ പുള്ള് 18 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു പുള്ളാണ് കൊടുക്കുന്നത്. ആ പുള്ള് ഹൊറിസോണ്ടലുമായിട്ട് 30 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് ഈ പുള്ള് കൊടുക്കുന്നത്. 18 ന്യൂട്ടൺ എന്ന് പറയുന്ന പുള്ള് 30 ഡിഗ്രി ഇൻക്ലിനേഷനിലാണെങ്കിൽ ബോഡി മൂവ് ചെയ്യും, ജസ്റ്റ് മൂവ് ചെയ്യും. ഇതേ ബോഡി ഇതേ ബോഡിയിൽ ഞാൻ ഒരു പുഷാണ് അടുത്ത കൊടുക്കുന്നത്. വേറെ സിനാരിയോയിൽ, സെക്കൻഡ് സിനാരിയോയിൽ ഇതേ ബോഡിയിൽ ഞാനൊരു പുഷാണ് കൊടുക്കുന്നതെങ്കിൽ അത് 22 ന്യൂട്ടൺ അറ്റ് 13 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് കൊടുക്കുന്നത്, ജസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. 22 ന്യൂട്ടൺ പുഷ് എന്ന് പറയുമ്പോൾ 22 ന്യൂട്ടൺ അകത്തേക്ക്, 22 ന്യൂട്ടൺ അറ്റ് 30 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ രണ്ട് കേസാണ് എനിക്കുള്ളത്. അപ്പോൾ ഇവിടെ വെയിറ്റ് ഓഫ് ദ ബോഡി കണ്ടുപിടിക്കണം, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കണം, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നോർമൽ റിയാക്ഷൻ ഉണ്ട്. 3 അൺനോൺസ് ഇവിടെ എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോൾ നമുക്ക് ഒരു ജോയിന്റിൽ നിന്ന് നമുക്ക് 2 അൺനോൺസേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഈ തന്നിട്ടുള്ള റിയാക്ഷൻസ് നമുക്ക് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് എടുത്തിട്ട് ഞാനൊരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുവാണ്. ആദ്യത്തെ കേസിൽ ഞാൻ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം, ഇത് കേസ് 1, ഇത് കേസ് 2. ഓക്കെ, ആദ്യത്തെ കേസിൽ ഞാനൊരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നു. ഫ്രീ ബോഡി ഡയഗ്രാം ഇതിനകത്ത് എനിക്ക് മാർക്ക് ചെയ്യാൻ ഞാൻ നല്ല ഉപയോഗിക്കാം. ഇതിനകത്ത് വെയിറ്റ് എന്ന് പറയുന്നത് ബോഡിയുടെ വെയിറ്റ് W, അതിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല രണ്ട് കേസിലും. അത് താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, വെർട്ടിക്കലി ഡൗൺവേർഡ്സ് അല്ലെങ്കിൽ എൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ. നോർമൽ റിയാക്ഷൻ എനിക്കുണ്ട്, പക്ഷെ അതിൻ്റെ വാല്യൂ ഇല്ല. ഞാൻ N1 എന്ന് പറഞ്ഞ് ഞാൻ നോർമൽ റിയാക്ഷൻ എടുക്കുന്നു. രണ്ട് കേസിലും എനിക്ക് 2 ഡിഫറെൻറ്റ് നോർമൽ റിയാക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം എൻ്റെ ഇൻക്ലൈൻഡ് ഫോഴ്സിൻ്റെ റിസോൾവ് കമ്പോണൻറ്റ് വെച്ച് എനിക്ക് ഒരു നോർമൽ റിയാക്ഷൻ ആണെന്ന് വാദിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നോർമൽ റിയാക്ഷന് N1 എന്ന് പറഞ്ഞ ഒരു നോർമൽ റിയാക്ഷൻ ഞാൻ മുകളിലോട്ട് കൊടുക്കും. ഓക്കെ, ഇനി എൻ്റെ ഇൻക്ലൈൻഡ് ഫോഴ്സ് വെച്ചിട്ട് പുള്ളാണ് എൻ്റെ ആദ്യത്തെ കേസ്. 18 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഇൻക്ലൈൻഡ് പുള്ള്, 30 ഡിഗ്രി ഇൻക്ലിനേഷനിലുള്ള ഒരു ഇൻക്ലൈൻഡ് പുള്ള്. അതിനെ ഞാൻ റിസോൾവ് ചെയ്യുവാണ്. റിസോൾവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലി 18 cos 30 എന്നും വെർട്ടിക്കലി 18 sin 30 എന്നും വരും, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് FR is equal to mu into n എന്ന് പറഞ്ഞ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഫോഴ്സുകളാണ് എനിക്കിവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ N1 അൺനോൺ ആണ്, ഇവിടെ mu N1 എന്ന് കൊടുക്കുകയാണ്. N1 അൺനോൺ ആണ്, mu അൺനോൺ ആണ്, പിന്നെ W അൺനോൺ ആണ്. ഈ ജോയിന്റിൽ നിന്ന് എനിക്ക് എങ്ങനെയൊക്കെ നോക്കിയാലും എനിക്ക് 3 അൺനോൺസ് ഉള്ളത് കൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. രണ്ടാമത്തെ കേസും കൂടെ കൺസിഡർ ചെയ്തേ പറ്റൂ. പക്ഷെ ആദ്യത്തെ കേസിന്റെ ഫ്രീ ബോഡി വരച്ച സ്ഥിതിക്ക് അതിന്റെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതിയിട്ട് വേണം രണ്ടാമത്തെ കേസിന്റെ ഫ്രീ ബോഡി അതിന്റെ ഇക്വിലിബ്രിയം റിലേഷനിലേക്കൊക്കെ പോവേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ കേസിന്റെ ഇക്വിലിബ്രിയം റിയാക്ഷനിലേക്ക് ഞാൻ പോവുകയാണ്. സിഗ്മ എഫ് എക്സിൽ തുടങ്ങാം. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. ഹൊറിസോണ്ടലി ആ ബോഡിക്ക് ഇക്വിലിബ്രിയം ഉണ്ട്, ബോഡി മൂവ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള നിമിഷം. ഓക്കെ, ഞാൻ ആസ് യൂഷ്വൽ ടിപ്പിക്കൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റൈലിൽ വലത്തോട്ടുള്ളത് പോസിറ്റീവും ഇടത്തോട്ടുള്ളത് നെഗറ്റീവും എന്ന കോൺസെപ്റ്റിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ പോയാൽ മതി. 18 cos 30 ഡിഗ്രി പോസിറ്റീവ് മൈനസ് mu into N1. mu into N1 equal to 0. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിനെ എപ്പോഴും ആദ്യമേ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ എന്ന ഫോമിൽ തന്നെ എഴുതുക, അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട് ഫെർദർ കാൽക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ. തുടക്കത്തിലെ അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അൺനോൺസ് നമുക്ക് കുറഞ്ഞിരിക്കുന്ന ഒരു ഫീൽ വരും. mu into N1 എന്ന ഫോമിലേക്ക് എഴുതുക. ഓക്കെ, ഇതിപ്പോൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം.
മ്യൂ ഇൻറ്റു എൻ വൺ എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം എഫ് ആർ ഡയറക്റ്റ്ലി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിന് വാല്യൂ കിട്ടും. പക്ഷേ അത് പിന്നീട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആ രീതിയിലാണ് ചെയ്യാൻ ആദ്യം ഐഡിയ സ്ട്രൈക്ക് ആകുന്നതിന് അങ്ങനെ ചെയ്താൽ മതി. അതായത് എഫ് ആർ ഇസ് ഈക്വൽ ടു 18 കോസ് 60 ഡിഗ്രി കോസ് 30 ഡിഗ്രി എനിക്ക് ഓൾറെഡി ഒരു വാല്യൂ കിട്ടും ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിന്. പക്ഷേ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അല്ല നമ്മുടെ ചോദ്യം, വെയിറ്റും കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ ഒക്കെയാണ്. അറ്റ് സം പോയിന്റ് ഓഫ് ടൈം എഫ് ആർ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ വൺ എന്ന് പറയുന്ന റിലേഷൻ യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഞാനിത് ഇവിടെ ആദ്യമേ യൂസ് ചെയ്യും. ഓക്കെ, ഇക്വേഷൻ 1. ഇനി എൻ്റെ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ 18 സൈൻ 30 ഡിഗ്രി 18 സൈൻ 30 ഡിഗ്രി മുകളിലോട്ട് അത് പോസിറ്റീവ്, N1 മുകളിലോട്ട് അത് പോസിറ്റീവ്, മൈനസ് W അത് താഴോട്ട് ഈക്വൽ ടു 0. ഇക്വേഷൻ 2 കിട്ടി. ഇക്വേഷൻ 2 എനിക്ക് N1 ഉം W എന്ന് പറയുന്ന അണ്ണോ, ഇക്വേഷൻ 1 എനിക്ക് മ്യൂവും N1 എന്നും പറയുന്ന അണ്ണോ. ഓക്കെ, എന്തായാലും ഇവിടെ നിന്ന് എനിക്ക് എല്ലാം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതിനെ ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാം. ഓക്കെ, ഇക്വേഷൻ 2 ഞാൻ N1 ഇസ് ഈക്വൽ ടു W മൈനസ് 18 സൈൻ 30 എന്ന് എഴുതുന്നു. N1 ഇസ് ഈക്വൽ ടു W മൈനസ് 18 സൈൻ 30. അതായത് N1 ഇസ് ഈക്വൽ ടു W മൈനസ് 9 എന്ന ഫോമിലേക്ക് ഞാൻ ഇവിടെ എഴുതുന്നു. N1 is equal to W minus 9. Equation number 3. N1 is equal to W minus 9. Okay. അതേപോലെ ഇക്വേഷൻ 1 മ്യൂ N1 is equal to 18 cos 30 ഡിഗ്രി. മ്യൂ N1 is equal to 18 cos 30 ഡിഗ്രി. ഇക്വേഷൻ 1 ഞാൻ മ്യൂ N is equal to 18 cos 30 ഡിഗ്രി എന്ന് എഴുതുന്നു. എന്നിട്ട് ഞാൻ ഇക്വേഷൻ 3 എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് മ്യൂ ഇൻറ്റു W മൈനസ്, നിങ്ങൾക്ക് ഇത് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ സോൾവ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. മ്യൂ ഇൻറ്റു N1 is equal to 18 cos 30 ഡിഗ്രി എന്ന ഒരു ഫോമിലേക്ക് ഞാൻ അറൈവ് ചെയ്യുന്നു. ഇതിന് ഞാൻ ഇക്വേഷൻ 4 എന്ന് വിളിച്ചു. അപ്പോൾ എനിക്ക് ഇവിടെ ഒന്നും കിട്ടൂല, കുറെ ഇക്വേഷൻസ് മാത്രമേ കിട്ടുള്ളൂ. കാരണം എനിക്ക് ഇവിടെ 3 അൺനോൺസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടമുള്ള രീതിയിൽ റിലേഷൻസ് ഒക്കെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കാം. ഓക്കെ, കാരണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫൈനലി ഒരു ആൻസർ കിട്ടില്ല. ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾ സെക്കൻഡ് കേസിന്റെ ഫ്രീ ബോഡിയിലേക്ക് വേണം ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഞാൻ സെക്കൻഡ് കേസിന്റെ ഫ്രീ ബോഡിയിലേക്ക് പോവാണ്. സെക്കൻഡ് കേസിന്റെ ഫ്രീ ബോഡി എന്ന് പറയുമ്പോൾ ഒരു പുഷാണ് അവിടെ എനിക്കുള്ളത്. ഓക്കെ, ഞാൻ ബോഡി ഒന്നുകൂടെ വരയ്ക്കുന്നു. വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നു. വെയിറ്റിന് ഒരു മാറ്റവും ഇല്ല, കാരണം മീഡിയം മാറുന്നില്ല. വെയിറ്റ് എപ്പോഴും താഴോട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, വെയിറ്റിന്റെ റിസോൾവ് കമ്പോണൻസ് ഒക്കെ വരണമെങ്കിൽ ഇൻക്ലൈൻഡ് സർഫസുകളായിരിക്കണം. നമുക്ക് ഇത് ഹൊറിസോണ്ടൽ സർഫസുകളായതുകൊണ്ട് നമുക്ക് ആ റിസോൾവ് കമ്പോണൻസിനെ ഓർത്ത് പേടിക്കേണ്ട. വെയിറ്റ് താഴോട്ട്, നോർമൽ റിയാക്ഷൻ ഇവിടെ മുകളിലോട്ട്, അതിനകത്തും ചേഞ്ച് ഇല്ല. പക്ഷെ അത് N1 എന്ന് എടുക്കരുത്, N2 എന്ന് പറഞ്ഞ നോർമൽ റിയാക്ഷൻ ആണ്. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോഡിങ് കണ്ടീഷൻ ആണ്, അതും ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലോഡിങ് കണ്ടീഷൻ ആണ്. നോർമൽ റിയാക്ഷൻ മാറും. എനിക്ക് ഒരു പുഷ് ആണുള്ളത്. ആ പുഷ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ഇൻക്ലിനേഷനിലാണെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പുഷിനെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. പുഷ് ഇവിടെ. അപ്പോൾ ഇത് 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ആണെങ്കിൽ ഇതും 30 ഡിഗ്രി ഇൻക്ലിനേഷൻ. പുഷ് ഇവിടെ 22 ന്യൂട്ടന്റെ പുഷ്. ഓക്കെ, അപ്പോൾ പുഷ് എന്ന് പറയുമ്പോൾ അത് ബോഡി, ഞാൻ വലത്തുനിന്ന് പുഷ് കൊടുക്കുമ്പോൾ ബോഡി ഇടത്തോട്ടാണ് നീങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ റിസോൾവ് കമ്പോണൻസ് ഞാൻ എഴുതുന്നു. റിസോൾവ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 22 കോസ് 30 ഡിഗ്രി ഇടത്തോട്ടും ഇവിടെ 22 സൈൻ 30 ഡിഗ്രി താഴോട്ടും. ഡൗട്ട് ഇൻട്രാക്ഷൻ ഒക്കെ എനിക്കിപ്പോൾ ഈ ലൈവ് ക്ലാസ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഡൗട്ടൊക്കെ ചോദിച്ചേനെ, ആരെങ്കിലുമൊക്കെ വിളിച്ചേനെ. പക്ഷെ ഇതുവരെ ആരും വിളിക്കുന്നില്ല. നിങ്ങൾക്ക് റെക്കോർഡ് എന്തായാലും കണ്ടു നോക്കുക. നിങ്ങൾക്ക് റെക്കോർഡ് കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഫർദർ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ 22 കോസ് 30 ഡിഗ്രി 22 സൈൻ 30 ഡിഗ്രി റിസോൾവ് ചെയ്തു. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് FR is equal to mu into N2 എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസും എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, ഇനി
ഈ ബോഡിയും ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ്. ഞാൻ സിഗ്മ എഫ് എക്സ് എടുക്കുന്നു. സിഗ്മ എഫ് എക്സ് എടുക്കുമ്പോൾ മ്യൂ ഇൻറ്റു എൻ ടു മൈനസ് 22 കോസ് 30 ഡിഗ്രി, മ്യൂ ഇൻറ്റു എൻ ടു മൈനസ് 22 കോസ് 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഒരു റിലേഷൻ എനിക്ക് കിട്ടുന്നു. ഇക്വേഷൻ നമ്പർ 5. സിഗ്മ 30 ഡിഗ്രി ഈക്വൽ ടു 0. സിഗ്മ എഫ് വൈ എടുക്കുന്നു. സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. എൻ ടു എന്ന് പറയുന്നത് മുകളിലോട്ട് മൈനസ് ഡബ്ല്യു താഴോട്ട് മൈനസ് 22 സൈൻ 30 ഡിഗ്രി താഴോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എൻ ടു ഇസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് 22 സൈൻ 30 ഡിഗ്രി. എൻ ടു ഇസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് 22 സൈൻ 30 ഡിഗ്രി. എന്നിട്ട് ഞാൻ ഈ എൻ ടുവിനെ എടുത്തിട്ട് ഇക്വേഷൻ 5ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 6 in 5. അപ്പോൾ മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ ടു. എൻ ടു എന്ന് പറഞ്ഞാൽ ഡബ്ല്യു പ്ലസ് 22 സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു 22 കോസ് 30 ഡിഗ്രി. മ്യൂ ഇസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് 22 സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു 22 കോസ് 30 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 7 ആയിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 7. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 7നെ എനിക്ക് മ്യൂ ഇസ് ഈക്വൽ ടു 22 കോസ് 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ ഡബ്ല്യു പ്ലസ് 22 സൈൻ 30 ഡിഗ്രി എന്ന ഫോമിലേക്ക് ആക്കാം അല്ലേ. മ്യൂ ഇസ് ഈക്വൽ ടു 22 കോസ് 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ ഡബ്ല്യു പ്ലസ് 22 സൈൻ 30 ഡിഗ്രി. ഒരു മിനിറ്റ്. ഹലോ സർ. വരാം. ഓക്കെ. ഓക്കെ. മ്യൂ ഇസ് ഈക്വൽ ടു 22 കോസ് 30 ഡിഗ്രി ബൈ ഡബ്ല്യു 22 സൈൻ 30 ഡിഗ്രി. ഇത് എൻ്റെ ഒരു ഇക്വേഷൻ. മ്യൂവിനൊരു റിലേഷൻ ഞാൻ സെക്കൻഡ് കണ്ടീഷനിൽ നിന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി ഫസ്റ്റ് കണ്ടീഷനിലേക്ക് നോക്കിയാൽ ഫസ്റ്റ് കണ്ടീഷനിൽ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ 4 കണ്ടോ. ഇക്വേഷൻ 4ൽ നിന്ന് മ്യൂ ഇസ് ഈക്വൽ ടു 18 കോസ് 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ ഡബ്ല്യു മൈനസ് 9 എന്ന് പറഞ്ഞൊരു റിലേഷനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യും അല്ലേ. ഇക്വേഷൻ 4ൽ നിന്ന് മ്യൂ ഇസ് ഈക്വൽ ടു 18 കോസ് 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ ഡബ്ല്യു മൈനസ് 9 എന്ന് പറഞ്ഞൊരു റിലേഷൻ എനിക്ക് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പോൾ മ്യൂ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എനിക്ക് ഈ രണ്ട് കേസിലും സെയിം തന്നെയാണ്. അതൊരു കോൺസ്റ്റന്റ് റേഷ്യോ ആണ് ബെയർ ചെയ്യുന്നത്. ആ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന സാധനം എൻ്റെ സർഫസിന്റെ നേച്ചർ, കോണ്ടാക്ട് സർഫസിന്റെ നേച്ചർ മാറിയാൽ മാത്രമേ ആ വാല്യൂ മാറത്തുള്ളൂ. അല്ലാത്ത പക്ഷം എൻ്റെ എഫ് ആറും എൻ ടു എങ്ങനെ മാറിയാലും ഈ ഒരു റേഷ്യോ എഫ് ആർ ബൈ എൻ എന്ന് പറയുന്ന ആ റേഷ്യോ കോൺസ്റ്റന്റ് ആയിരിക്കും അൺലെസ് ദ സർഫസ് ചേഞ്ചസ്. അപ്പോൾ മ്യൂ ഇസ് ഈക്വൽ ടു ഒരു റിലേഷൻ. ഈ രണ്ട് ബോക്സിൽ ഇട്ടിരിക്കുന്ന രണ്ട് റിലേഷനും കൂടെ ഞാൻ ഇക്വേറ്റ് ചെയ്യുക. 22 കോസ് 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ ഡബ്ല്യു പ്ലസ് 22 സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു 18 കോസ് 30 ഡിഗ്രി 18 കോസ് 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ ഡബ്ല്യു മൈനസ് 9. അപ്പോൾ രണ്ട് മ്യൂവും തമ്മിൽ ഞാൻ ഇക്വേറ്റ് ചെയ്യുവാണ്. രണ്ട് മ്യൂവും തമ്മിൽ ഞാൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ എനിക്ക് ഇവിടെ ഡബ്ല്യു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഡബ്ല്യു എന്താണെന്ന് കണ്ടുപിടിക്കാം അല്ലേ. ഡബ്ല്യു എന്താണെന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ ഇതുവരെ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ഇക്വേഷനിലും ഈ ഡബ്ല്യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നോർമൽ റിയാക്ഷൻ N1 ഉം N2 ഉം അതുപോലെ തന്നെ പിന്നെന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, ഡിറ്റർമിൻ ദ വെയിറ്റും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും എല്ലാം വെയിറ്റ് ഓൾറെഡി കിട്ടും. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും കണ്ടുപിടിക്കാം. നോർമൽ റിയാക്ഷൻ N1 N2 കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഇതെല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇനി എനിക്ക് ആൻസർ ആണ് വേണ്ടത്. ഡബ്ല്യു എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്താണ്, നോർമൽ റിയാക്ഷൻ N1 എന്താണ്, നോർമൽ റിയാക്ഷൻ N2 എന്താണ്, ഇത്രയും സാധനങ്ങൾ വേണം. ഓക്കെ. ഡബ്ല്യു 99. ഇത് ആരാണ് പറയുന്നത്? ഡബ്ല്യു പറയുന്നത് അരുണിമ. ഓക്കെ. ഡബ്ല്യു 99. ഓക്കെ. മ്യൂ
0.173. 0.173. N1. N1. N1 and N2. $90 N1. 190. 90. 90. And N2. 70. Sir, 110. 110. Okay. ഓക്കെ, അപ്പോൾ W mu N1 N2 കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ റെസ്റ്റ് ചെയ്യുന്ന സിംഗിൾ ബോഡി കേസ് ഇതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് ഡിഫിക്കൽട്ടി ലെവൽ കൊണ്ടുപോകില്ല. അതായത് ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരൊറ്റ ബോഡി. മൾട്ടിപ്പിൾ ബോഡീസ് വന്നാൽ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ കോംപ്ലക്സ് ആവും. ഇൻക്ലൈൻഡ് സർഫസ് വന്നാൽ കുറച്ചും കൂടി കോംപ്ലക്സ് ആവും. ഹൊറിസോണ്ടൽ സർഫസിലെ സിംഗിൾ ബോഡിയുടെ കേസിൽ ഇതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന മാക്സിമം ലെവൽ. ഓക്കെ, ഇത് ഇത്രേ പറ്റൂ. ഇതിനപ്പുറത്തേക്ക് വേറൊന്നും ആക്ച്വലി ഇല്ല. ഹൊറിസോണ്ടൽ സർഫസിൽ നമുക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു കേസ് എടുക്കാനില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വാല്യൂസ് ഇത്രയും പറഞ്ഞ് ഞാൻ സെഷൻ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഞാൻ സെഷൻ എത്ര പേരുണ്ട്? ഓക്കെ, 40 പേരുണ്ട്. ഓക്കെ, എന്തായാലും വന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു. ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വിളിച്ച് പറഞ്ഞിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ എല്ലാവർക്കും ഈ സെഷനിൽ അറ്റൻഡൻസ് തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ റെക്കോർഡഡ് സെഷൻ ഞാൻ നോക്കട്ടെ. ഇതിപ്പോൾ ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുവാണ്.